ಹೆಸರಾಂತ ಮಲಯಾಳ ಕವಿ ಶ್ರೀ ಕರುಣಾಕರ ಅತಿರ್ಪುರಿ ಅವರು ನಮ್ಮ ಮುಂದೆ ಎಂಡೋಸಲ್ಫಾನ್ ದುರಂತದ ಬಗ್ಗೆ ಒಂದು മലയാളം കവന പ്രസ്തുതಪಡಿಸ್ತಾ ഇದ್ದಾರೆ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാസർഗോഡ്, എൻ്റെ പേര് കരുണാകരൻ അതിർപ്പുഴി, കാസർഗോഡ്. ഞാൻ മലയാളിയാണെങ്കിലും എന്നെ ഈ അനന്തപുരിയിലേക്ക് അനന്തപുരി ഗഡിനാടു കന്നഡ സാംസ്കാരിക ഉത്സവത്തിൽ എന്നെ പങ്കെടുക്കാനും ഒരു കവിത അവതരിപ്പിക്കാനും വേണ്ടി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക്, പ്രത്യേകിച്ചും അഖിലേഷ് നാഗുമുഖം പോലുള്ള പ്രിയ നല്ലവരായ ഈ ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലവരായ ഇതിൻ്റെ ഭാരവാഹികൾക്ക് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. കന്നഡ മേഖലയിൽ ഇതുപോലൊരു സാംസ്കാരിക കൂട്ടായ്മ ഞാൻ ആദ്യമായിട്ടൊരു പരിപാടി പങ്കെടുക്കുന്നത് വളരെ നല്ല പ്രോത്സാഹനമാണ് എനിക്ക് കാണുമ്പോൾ അവർ അതുപോലെ കിട്ടിയിട്ടുള്ളത്. ഭാഷ എത്രയും വൈവിധ്യം നിറഞ്ഞ ഭാഷയും സംസ്കാരമുള്ള നാട്ടിൽ ഇതുപോലെ പ്രോത്സാഹനം നമ്മൾ അവിടുന്ന് വന്ന് ഇവിടെ ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് കന്നഡ സാംസ്കാരിക മേഖലയെ സംബന്ധിച്ചോളം വളരെയധികം അഭിമാനമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും കാസർഗോഡിൻ്റെ അഭിമാനമാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരം പരിപാടി പങ്കെടുക്കാൻ ഇനിയും ഒരുപാട് ഇതുപോലെ നല്ല നല്ല പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഭാഷയെ ബഹുഭാഷാ സംഗമ ഭൂമിയാണ് നമ്മുടെ കാസർഗോഡ്. സപ്തഭാഷകൾ സംസാരിക്കുന്ന കാസർഗോഡിന്റെ മണ്ണിൽ ഇതുപോലെ കന്നഡയും മലയും തുളുവും കൊങ്കണിയും മറാഠിയും അതുപോലെ ഉറുദുവും മറ്റുള്ള സംസ്കാരം മറാഠിയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഒരു സംഘടന വളരെ അഭിമാനമുള്ള ഒരു സംഘടനയാണ്. വളരെ അഭിമാനത്തോടെ പറയുകയാണ് ആഗ്രഹിക്കുകയാണ്. ഞാൻ എഴുതിയ കാസർഗോഡിന്റെ ശാപമായി മാറിയ ഒരു ദുരന്തമാണ് എൻഡോസൾഫാൻ. എനിക്കറിയാം രാധാകൃഷ്ണ സാറിനെ പോലുള്ള, ശ്രീരാം സാറിനെ പോലുള്ള, അഖിലേഷിനെ പോലെ ബാക്കി ഇതുപോലെ വസന്തദേവി സാറിനെ പോലുള്ള ഒരുപാട് ആളുകൾ എൻഡോസൾഫാന്റെ വിപത്തിനെതിരെ കാസർഗോഡിന്റെ മണ്ണിൽ മാസങ്ങളോളം സമരം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നും ആ കുട്ടികൾക്ക് അനുഭവിക്കുന്ന വേദനയെ സഹിച്ചുകൊണ്ടാണ് ഒരു കവിത ഞാൻ എഴുതിയിട്ടുള്ളത്. ഇതിന്റെ സംഗീതം നൽകിയത് എൻ്റെ രഞ്ജൻ സുബ്രഹ്മണ്യൻ അതിർപ്പുഴയാണ്. ഒരു കവിത നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആലപിക്കുന്നത്. കരയുന്ന കുഞ്ഞേ, നിന്റെ ഈ രോദനം കേൾക്കുവാൻ ആരുണ്ടിവിടെ, പറയുവിൻ കൂട്ടരെ. മർത്യനായ ജന്മം നീ അങ്ങു തന്നു, മാതാവേ എന്തിനീ ദ്രോഹിക്കുന്നു. മർത്യനായ ജന്മം നീ അങ്ങു തന്നു, മാതാവേ എന്തിനീ ദ്രോഹിക്കുന്നു. നാളത്തെ പുലരിയിൽ സായിപ്പന്മാരുടെ മ്യൂസിയം കാഴ്ചയായി മാറുമല്ലോ ഇതും ഒരു മനുഷ്യ ജന്മം.